ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന 2 ഐറ്റംസ് വെച്ചാണ് ഉച്ചയൂണ് റെഡിയാക്കിയിരിക്കുന്നത്. എന്താണ് അറിയാമോ? മത്തിയും കൂർക്കയും, പിന്നെ കൂടെ വെണ്ടക്കയുണ്ട് കേട്ടോ. ഇതെല്ലാം വെച്ച് ഒരു ഉഗ്രൻ ഊണ് റെസിപ്പി വരും, നമുക്ക് എല്ലാവർക്കും കണ്ടു നോക്കാം. അപ്പോൾ റെസിപ്പി ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൂർക്ക വേവിക്കുകയാണ്. അപ്പോൾ കൂർക്ക മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെക്കാം. അതൊരു സൈഡിൽ വേവുമ്പോൾ നമുക്ക് വെണ്ടക്ക പൊരിയൽ തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ ഇരുമ്പ് ചീനി ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക്, ഉഴുന്ന്, പിന്നെ ഒരു 1/4 സ്പൂൺ കടലപ്പരിപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം റോസ്റ്റാക്കി കടലപ്പരിപ്പ് ബ്രൗൺ നിറമാവണ വരെ റോസ്റ്റ് ആക്കണം കേട്ടോ. പിന്നെ വേപ്പില ആഡ് ചെയ്ത്, പിന്നെ ഇതുപോലെ പൊടിയായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന വെണ്ടക്ക നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇപ്പോൾ ഒന്നും ആഡ് ചെയ്യണ്ട, നമുക്ക് വെറുതെ ഒരു 2-3 മിനിറ്റ് മൂടി വെക്കാം. അത് ജസ്റ്റ് ഒന്ന് വെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും മൂടി വെക്കാം. വീണ്ടും ഇതേപോലെ ഒരു 2 മിനിറ്റ് മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് അത് വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, വെണ്ടക്ക കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും, അതേസമയം ഒരുപാട് സോഫ്റ്റും ആവില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഞാൻ കായ ആഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. ഇതിനെല്ലാം നമുക്ക് നല്ലോണം സോട്ട് ചെയ്ത് കൊടുത്ത് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. അധികം മൂടി വെക്കണ്ട, ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് മതി. ഇതുപോലെ നമുക്ക് സോഫ്റ്റ് ആയിട്ടും വേണം, ക്രിസ്പി ആയിട്ടും വെണ്ടക്ക പൊരിയൽ റെഡിയായി കിട്ടും. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ കുറച്ച് ചുവന്നുള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും ചതയ്ക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഒരു കാന്താരി മുളക് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഞാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ചതച്ച് ഒരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂർക്ക കണ്ടോ, ഇതുപോലെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും. ഇനി നമുക്ക് കറിയിലോട്ടേക്ക് പോവാം. അതിന് മുന്നേ എല്ലാ കൂർക്കയും എടുക്കണില്ല, കുറച്ച് കൂർക്ക ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂർക്ക ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഫിഷ് കറി തയ്യാറാക്കാം. അപ്പോൾ ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1 സ്പൂൺ കടുക് പൊട്ടിച്ചിട്ടുണ്ട്, 1/2 സ്പൂൺ ഉലുവയും കൂടി ഇടുന്നുണ്ട്. വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇപ്പം ആഡ് ചെയ്ത് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല സോട്ടായി വരുമ്പോൾ നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി സോട്ട് ചെയ്ത് കൊടുക്കാം. നല്ല കളർ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യണം കേട്ടോ, അപ്പോഴേ നല്ലൊരു വറ്റിക്കുന്നതായതുകൊണ്ട് നല്ല കളർ കിട്ടും. അപ്പം ഞാൻ കുടംപുളി കുതിർത്തി വെച്ചിട്ടുണ്ട്, അതിൽ കുടംപുളി എടുത്ത് ഇടുവാണ്. കുറച്ച് വെള്ളം പുളിന് വേണ്ടിയിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ വെള്ളം കളയരുത് കേട്ടോ, അതൊന്ന് മാറ്റി വെച്ചേക്ക്. പിന്നീട് നമുക്ക് അത് നമ്മൾ മറ്റേ കൂർക്കയുടെ ഒരു ഡിഷ് ഉണ്ടല്ലോ, അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യും. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളം നല്ലോണം തിളപ്പിക്കാം. വെള്ളം ഇതുപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് ഞാൻ മത്തി നല്ലോണം ക്ലീൻ ചെയ്ത്
നടുവിൽ വറയ്ക്കാണ്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. വറയ്ക്കാണ്ട് ഉള്ള മത്തി ഇട്ട് കൊടുക്കാം, നല്ലോണം വേവിച്ച് എടുക്കാം. ഇതുപോലെ കുറച്ച് വറ്റി വരുമ്പോൾ, മുഴുവൻ വറ്റണ്ട, കുറച്ച് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം ചുറ്റി കൊടുക്കാം, അല്ലെങ്കിൽ അത് സ്പൂൺ വെച്ച് ഇളക്കിയാൽ അത് ഫിഷ് ഉടയും കേട്ടോ. അതുകൊണ്ട് നല്ലോണം ചുറ്റിയാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്നും കൂടി വറ്റി വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഫിഷ് എടുത്ത് മാറ്റി വെക്കാൻ പോവാണ്. ഇത് മറ്റേ സൈഡ് ഡിഷിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതുപോലെ നല്ല വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് ഫിഷ്, അതായത് കുറച്ച് ചാറോട് കൂടിയായിട്ടാണ് മാറ്റി വെക്കേണ്ടത്. കൂർക്ക വേണമെന്നല്ല, മീനും കുറച്ച് ചാറും കൂടി ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് കുറച്ച് ഫിഷ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും ഇത് ഒന്നും കൂടി വറ്റിച്ച് നല്ലോണം ആവശ്യത്തിന് വറ്റി വരുമ്പോൾ ഒരു നല്ല വേപ്പില മേളിലേക്ക് ഇട്ട് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലൊരു മണം കിട്ടും. വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് മത്തിക്കറി റെഡിയായി. ഇനി ഈ മാറ്റി വെച്ചിരിക്കുന്ന ചാള ഉണ്ടല്ലോ, ഇതിനെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ മുള്ളൊക്കെ എടുത്ത് കഴിക്കില്ല, അത് തൊണ്ടയിൽ കുടുങ്ങും പറഞ്ഞിട്ട് അതവിടെ മാറ്റി വയ്ക്കും. അതുകൊണ്ട് ഞാനിവിടെ മുള്ളൊക്കെ മാറ്റിയിട്ട് ആ ഫ്ലഷ് മാത്രം എടുത്ത് മാറ്റി വെക്കുവാണ്. മുള്ളില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ നല്ല സുഖമായിട്ടിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ മുള്ളില്ലാണ്ട് ഒട്ടും മുള്ള് മാറ്റാൻ പറ്റില്ല, കുറച്ച് മെയിൻ ആ മുള്ള് മാറ്റിയിട്ട് ഇതുപോലെ ഫ്ലഷ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ മാറ്റി വെച്ചിരിക്കുന്നത് എടുത്ത് ആ ചാറിലേക്ക് തന്നെ ഇട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചുവന്നുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും ഉണ്ട് കേട്ടോ. പച്ചമുളകും വേപ്പിലയും കൂടി ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി തന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1.5 സ്പൂൺ മുളക് ഇടുവാണ്, ഇടിച്ച മുളക്. അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അത് ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. അത് കുറച്ച് എരിവ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് നല്ലോണം അതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ നമ്മളിവിടെ മുള്ളൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന മീനില്ലേ, അതെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് ഉടയണോണ്ട് കുഴപ്പമില്ല കേട്ടോ, നല്ലോണം മിക്സ് ചെയ്യാം. ഒരുപാട് പൊടിയായിട്ട് ഉടയ്ക്കണ്ട, കുറച്ച് വലിയ പീസസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ കുറച്ച് ഇവിടെ ആ കുടംപുള്ളിയിൽ വെള്ളം ഒഴിച്ച് തരുന്നുണ്ട്, കുറച്ച് പുളി കൂടുതൽ കിട്ടും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കൂർക്കയും മത്തിയും ഇട്ട ഒരു സൈഡ് ഡിഷ് റെഡിയായി. ഇതാണ് ഏറ്റവും നല്ല ടേസ്റ്റുള്ള അടിപൊളി ഉപ്പേരിയായിരുന്നു കേട്ടോ, ഭയങ്കര അടിപൊളി. അപ്പം ഇന്നത്തെ ലഞ്ച് മെനു നമുക്ക് റെഡിയായി. കൂർക്കയും മത്തിയും വറ്റിച്ച മീൻകറി, കൂർക്കയും മത്തിയും വെച്ചിട്ടുള്ള ഒരു തോരൻ പോലത്തെ ഒരു സൈഡ് ഡിഷ്, പിന്നെ നമുക്ക് വെണ്ടക്ക പൊരിയലും റെഡിയായി. അപ്പം ഇന്നത്തെ ഉഗ്രൻ ലഞ്ച് ഇഷ്ടപ്പെട്ടോ? അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുവാണെങ്കിൽ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നല്ല യൂസ്ഫുള്ളായിട്ടും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ
വീഡിയോസും റെസിപ്പീസും നല്ലതാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് ഫാമിലിയിലും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം വീണ്ടും. അതുവരെ ടേക്ക് കെയർ, ബൈ.